ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് ഭഗവാന്റെ ശിവരാത്രി ആയതുകൊണ്ട് അല്പം ഏകാദശ സ്കന്ധം കുറച്ച് വായിക്കാം. മക്കൾ ഇത് സ്പെഷ്യലായിട്ടുള്ളതായതുകൊണ്ട് ഏകാദശം അല്പം വായിക്കാം. അത് നമുക്ക് ഒരു മനുഷ്യന് അതാണല്ലോ അവിടെ നമ്മൾ ആകേണ്ടത്. അതാണ് നമ്മൾ ഏകാദശം നമുക്ക് വേണ്ടി നമുക്ക് സാക്ഷാത്കാരമൊക്കെ നേടാൻ നമ്മൾ എങ്ങനെയായി തീരും, അതാണ് ഈ ഭാഗം. അതുകൊണ്ട് അത് കുറച്ച് ഒന്ന് വായിക്കാം. എല്ലാവരും അത് മനസ്സിലാക്കി വായിക്കുക. അർത്ഥമൊന്നും പറയുന്നില്ല, അല്ലാതെ അങ്ങ് വായിക്കുക. ഭഗവാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. പരമജ്ഞാന അമൃതം പാനം ചെയ്ത് അലസാതെ പരമാനന്ദമോടെ വസിക്കും കിളിപ്പെണ്ണേ. പരമജ്ഞാനാമൃതം പാനം ചെയ്തലസാതെ പരമാനന്ദമോടെ വസിക്കും കിളിപ്പെണ്ണേ. മധുവും കുളം പഞ്ചതാരയും തരുവൻ ഞാൻ മതിവന്നീടുവോളം എടുത്തു പുജിച്ച് ഇന്നും മധുവൈരിയാം വിഷ്ണു നരക വിനാശനൻ യദുനായകൻ ശൗരീ ദുരിത വിനാശനൻ കരുണാവാരിരാശിയാകിയ കൃഷ്ണൻ തൻ്റെ ചരിതരസം പറഞ്ഞിടടോ മടിയാതെ. നരജന്മത്തിൻ ഫലം വരുവാനായിക്കൊണ്ട് ഇഹ പറയാം കേട്ടുകൊള്ളുവിനെന്നിതു പൈങ്കിളിയും. ശ്രീമഹാഭാഗവതം ദശമാന്തത്തോളവും ആമോദാൽ കേട്ടു ചിത്താനന്ദേന ശൗനകാദി മാമുനീന്ദ്രന്മാർ സൂതൻ തന്നോട് ചോദിച്ചിതു. നിർമ്മല കഥാശേഷം കേൾപ്പിക്കുന്നപ്പോൾ സൂതൻ ചൊല്ലിനാൻ ഏകാദശ സ്കന്ധത്താൽ മോക്ഷം ചൊല്ലും. കല്യാണം അതിന് മുൻപ് വൈരാഗ്യ സിദ്ധ്യർത്ഥമായി യാദവകുലത്തിൻ്റെ നാശകാരണം മുന്നം വധിച്ചു. പിന്നെ വസുദേവൻ നാരദൻ താനും തമ്മിലെ സംവാദമി കർമ്മികളായുള്ളോർക്ക് നിർമ്മല പുരുഷാർത്ഥം സാധിപ്പാനെന്തു നല്ലു എന്നു നാരദനോട് ചോദിച്ചോരനന്തരം നന്ദിച്ചു മുനീന്ദ്രനും വസുദേവരോടായി. നിമിയാം നരപതി നവയോഗികളോട് നിർമ്മല യജ്ഞത്തിങ്കൽ ചോദിച്ച സംവാദത്തെ കേൾപ്പിച്ചാൻ. അതിൽ നിമി 9 ചോദ്യം ചെയ്തു. താൽപര്യമോട് ഭാഗവതമാം ധർമ്മം മുമ്പിൽ പിന്നേത് ഭാഗവതന്മാരെയും മായാ തത്വം 3-മതല്ലോ. മായാ അതിക്രമം 4-മത്, ബ്രഹ്മത്തെ 5-മത്, ഭഗവൽ പൂജ പിന്നെ നിർമ്മലൻ നാരായണൻ തൻ അവതാരങ്ങളും ഭഗവൽ ഭക്തിയില്ലാതെ അവർ തൻ ഗതിയെയും യുഗങ്ങൾ തോറുമുള്ള പൂജകൾ വിശേഷവും ഇവ 9 ചോദ്യം ക്രമത്താൽ ഉത്തരങ്ങൾ നവയോഗികളേവം ചൊല്ലിനാർ മോദത്തോടും. സകല കർമ്മങ്ങളെ ഭഗവതർപ്പണത്തെ ചെയ്യുകയെന്നത് ഭാഗവതത്തിൻ ധർമ്മമല്ലോ. സകല കർമ്മങ്ങളെ ഭഗവതർപ്പണത്തെ ചെയ്യുകയെന്നത് ഭാഗവതത്തിൻ ധർമ്മമല്ലോ. രാഗാദി അഭിമാനഹീനന്മാരായിക്കൊണ്ട്
ഭഗവൽ സേവാരതരെല്ലാം ഭാഗവതന്മാർ രാഗാദി അഭിമാനഹീനന്മാരായിക്കൊണ്ട് ഭഗവൽ സേവാരതരെല്ലാം ഭാഗവതന്മാർ നിത്യമല്ലാത്ത വസ്തു സത്യമായി തോന്നി അതിൽ നിത്യസംഗവുമായിട്ടിരിപ്പൂ മായാ തത്വം ഭഗവന്മായ അതിനാശകാരണമായ ഭഗവൽ ഭക്തിയോട് സൽഭക്തി ചിന്തനത്തെ അകമേ ഉണ്ടെങ്കിലോ മായയെ ജയിച്ചിടാം. സകല തത്വജ്ഞാനമില്ലാഞ്ഞാൽ ജയം വരത്തില്ല. സർവത്ര വ്യാപ്തമായ നിഷ്കള വസ്തു ബ്രഹ്മം നിർവാണാത്മകൻ പൂജാ വേദ തന്ത്ര സംയുതം ജഗൽ കാരണപുമാൻ തുടങ്ങിയുള്ളതെല്ലാം ഭഗവാൻ തന്റെ അവതാരമെന്നറിയിച്ചു. സംസാരബന്ധം ഭക്തിഹീനരാം ജനത്തിനു സംസാര പരിത്യാഗം ഭക്തന്മാർക്കുള്ള ഗതി. ധ്യാനമാം കൃതയുഗേ യജ്ഞമാം ത്രേതായുഗേ അർച്ചനം ദ്വാപരയിൽ കീർത്തനം കലിങ്കൽ. ഇത്തരം മുനീന്ദ്രന്മാർ ചൊന്നവയെല്ലാം മുനിസത്തമൻ നാരദങ്കൽ നിന്നു കേട്ട അനന്തരം നാരദൻ പക്കൽ നിന്നു ജ്ഞാനവും ഗൃഹീതനായി പരമാമോഹം നീക്കി തെളിഞ്ഞു വസുദേവൻ. എന്നതിനനന്തരം ബ്രഹ്മാദിദേവകളാൽ നന്നായി സ്തുത്യനായി മാധവൻ അവരോടായി അരുളി ചെയ്തു. യദുകുലമാം ഭൂഭാരവും വിരവിൽ കളഞ്ഞു ഞാൻ വൈകാതെ വന്നിടുവൻ എന്നരുൾ ചെയ്തവരെ അയച്ചു. പിന്നെ കണ്ട ദുർനിമിത്തങ്ങൾ കൊണ്ടു രാമനുമായി പറഞ്ഞു, നന്ദനന്ദനൻ ജഗന്മംഗലൻ യദുകുലം തന്നുടെ നാശത്തിനും തൻ ദേഹനാശത്തിനും ആശയം തന്നിൽ കൽപ്പിച്ചുറച്ചു വസിക്കുന്നോരീശനാം കൃഷ്ണൻ തൻ്റെ ആരംഭം കണ്ട നേരം ഭഗവൽ ഭക്തനാകു ഉദ്ധവൻ എന്നെ കൂടി ഭഗവൽ ലോകത്തേക്ക് കൊണ്ടെഴുന്നള്ളുകെന്ന് പറഞ്ഞോരുദ്ധവനോട് അരുളി ചെയ്തു. നീയും അറിയ ദേഹാദികളാകിയ പ്രപഞ്ചങ്ങൾ മായയാൽ മയമെന്നറിഞ്ഞു സമബുദ്ധിയാമായ വിച്ഛിന്ന ബോധാൽ സഞ്ചരിച്ചാലുമെടോ എന്നതു കേട്ട നേരം ഉദ്ധവരുടെ ചോദ്യം മുന്നമേ സംഘം കളഞ്ഞിടുവാൻ എന്തുപായം. ലോകതത്വത്തെ വിമർശിക്ക സംഘങ്ങൾ പോവാനായതിന് അവധൂത യതു സംവാദമെല്ലാം വഴിയെ അരുൾ ചെയ്ത നേരം ഉദ്ധവർ ചോദ്യം. വിഷയങ്ങളിൽ വർത്തിച്ചിടുന്ന ദേഹിക്കിഹ വിഷയങ്ങളാൽ ബന്ധമില്ലാതെ ഇരിപ്പതും വിഷയങ്ങളാൽ ബന്ധം ഉണ്ടാകും വിവരവും അരുൾ ചെയ്യുന്നതു കേട്ടു. ബന്ധമോക്ഷങ്ങൾ ഭേദാൽ വരുന്നു മോക്ഷം വിദ്യ ബന്ധമിത വിദ്യയാൽ. അരുൾ വിഷയങ്ങളാൽ ബന്ധമുണ്ടാകും വിവരവും അരുൾ ചെയ്യുന്നതു കേട്ടു. ബന്ധമോക്ഷങ്ങൾ ഭേദാൽ വരുന്നു മോക്ഷം വിദ്യ ബന്ധമിത വിദ്യയാൽ. വിദ്വാൻമാരായ മഹത്തുക്കളാരെന്നു ചൊൽക. വിദ്വാൻമാർ ജിതേന്ദ്രിയന്മാരായി ഭാഗവതന്മാരായി ബോധികളായി ലോക അനുഗ്രഹപരരായ അവർ മഹത്തുക്കളെന്ന് അറിഞ്ഞിടു നീയും. ഭക്തിയാകുന്നതേതെന്ന് ഉദ്ധവർ ചോദിച്ചപ്പോൾ ഭക്തിയായതു മനോ വാക്കു കായങ്ങളാലും യാതൊരു പ്രകാരവും സർവവും സദാകാലം യാതൊന്നാം ഭഗവാങ്കൽ ഭക്തിയാൽ ചെയ്യുക തന്നെ. ഭക്തിയാകുന്നത് അതുകൊണ്ടു മോക്ഷവും വരും.
ബന്ധമോക്ഷങ്ങൾക്ക് ഏവൻ വിഷയമാകുന്നത്. ബന്ധമോക്ഷങ്ങൾക്കെല്ലാം വിഷയം പരമാത്മാ താൻ തന്നെ. അനാദിയാം മായയാ ബദ്ധമായി സന്തതം വിഷയനായിരിക്കും ജീവൻ തൻ്റെ മായാബന്ധത്തെ സാത്വിക ഉപാസനേന പോക്കി ന്യായമായി തെളിയണം ജീവനെന്നരുൾ ചെയ്തു. വിഷയം ആപത്തിനു മൂലമായി കണ്ടിരിക്കേ വിഷയങ്ങളെ സേവിച്ചിടുവാൻ എന്തു ചൊൽക. ആത്മാവല്ലാതെ ദേഹാദികളിൽ അഹം ബുദ്ധി ആത്മനീ നിൽക്ക മൂലം രാജസയുക്തം ചിത്തം തന്നാലെ ഗുണധ്യാന കാരണം കാമമുണ്ടാം എന്നതു ഗുണ അതീതാത്മാവിനെ ധ്യാനിച്ചിട്ട് മനസ്സേ രജോ ഗുണം കളഞ്ഞിടണം എന്നു നൂനമെന്നതിൽ ഹംസ സനക സംവാദത്തെ കേട്ടതു മൂലം അതു കേൾപ്പാനായി ഇച്ഛിച്ചു ഒരു പുഷ്ടഭക്തനാ ഉദ്ധവരോടങ്ങരുൾ ചെയ്തു. അന്യോന്യം ചേർന്നിരിക്കും വിഷയ മനസ്സുകൾ തന്നെ വേർപാടേവമെന്നു നാൻമുഖനോടു സനകാദികൾ ചോദ്യം ചെയ്തതിന് ഉത്തരത്തെ തനിക്കു തോന്നാഞ്ഞ് എന്നെ സ്മരിച്ചു വിധാതാവും. ഞാൻ അപ്പോൾ ഹംസമായിട്ട് അവതാരത്തെ ചെയ്തു. സാനന്ദം ഭയാ അതീതനായിരിക്കുന്നോരെന്നെ ആശ്രയിച്ചിട്ടു വിഷയമനോവേർപാടതും നിശ്ചയം വരുത്തേണമെന്ന് അരുൾ ചെയ്തവാറും ഹംസ സംവാദം പലതുണ്ടവകളിൽ ഏത് പ്രാധാന്യമുള്ളതെന്നങ്ങ് ഉദ്ധവർ ചോദിച്ചപ്പോൾ ഭക്തിമാർഗമേ ശ്രേയസാകുന്നതെന്നും ചൊല്ലി പ്രസ്തുത ധ്യാനമാർഗം ചോദിച്ചിതുദ്ധവരും. പ്രാണവായുവേ ജയിച്ചിട്ട് തൻ ഹൃൽപത്മത്തെ നന്നായി വിലയിച്ചു തന്നുടെ കർണികയ്ക്കു കാളമേഘത്തിൻ നിറം ചതുർബാഹുക്കളോടും വ്യാളിപര്യങ്കശയം സർവശോഭിത രൂപം ധ്യാനം ചെയ്യുകയും വേണമെന്നതു കേട്ട നേരം ധ്യാനത്താൽ ഫലസിദ്ധി വിദ്വാൻമാർ ചെയ്വതെല്ലാം കേൾക്കേണമെന്ന് മണിമാദികൾ കേൾപ്പിച്ചതും ഒക്കെയും തന്നംശമെന്നരുളി ചെയ്തവാറും സർവാംശം തൊൽസ്വരൂപമഹത്വം ചോദിച്ചതും സർവവസ്തുവിൻ ഗുണ അതീതം ഞാനെന്നു ചൊല്ലി ആശ്രമവർണയുക്തരായ അവർക്കെല്ലാം ഭക്തി ആശ്രയം. അതുകൊണ്ട് വർണ്ണം ആശ്രമധർമ്മം ഉത്ഭവങ്ങളും അതിൻ ഭക്തി സാധനങ്ങൾ തന്നുത്ഭവം ഇവ അത് ആശ്രമവർണികൾക്ക് ഭക്തി സാധനമായ കർമ്മമിതെന്തെന്നതും വക്തവ്യമായി അങ്ങരുൾ ചെയ്യുകയെന്നതു കേട്ടു. നാനാ വസ്തുക്കൾ തന്റെ ഏകാത്മജ്ഞാനം കാണുക നൂനമങ്ങതിൽ യുക്തി ചിന്തന വിജ്ഞാനവും ലോകങ്ങൾ തൻ്റെ കർമ്മബഹുത്വം കൊണ്ട് ദൃഢമാകിയ വൈരാഗ്യവും ചരിത ശ്രദ്ധ നാമകീർത്തനമതും ഭക്തി സാധനം എന്നു ചൊല്ലി. ഇത്തരം കേട്ട് ചോദിച്ചിടിനാൻ ഉദ്ധവരും യമനിയമ ശമദപ സാധനങ്ങളെ യമമാദികൾ ഹിംസ കൂടാതെ ഇരിപ്പതും ഇന്ദ്രിയ നിഗ്രഹവും ബുദ്ധി തന്നടക്കവും എന്നിവ ശമാദികളെന്നു കേട്ടനന്തരം ദോഷവും ഗുണം രണ്ടും ഭേദമായി ചൊൽവു വേദം. ഈശലുണ്ടതിൽ ദ്വൈത കാരണം വേദമെന്നു ജ്ഞാനവും ഭക്തി കർമ്മം മൂന്നിഹ പുരുഷാർത്ഥ സാധനമാം വിരക്തമായിട്ടു ജ്ഞാനകാന്ഡം കാമിക്കൂ കർമ്മ മനഃശുദ്ധി വന്നകക്കാമ്പിൽ കാമം പോകാതെ വരാ ഭക്തി എന്നതും ചൊല്ലി. ജ്ഞാനത്തിന് അഭേദവും കർമ്മത്താൽ ഗുണദോഷജ്ഞാനം വൈരാഗ്യ കർമ്മവിരുദ്ധമല്ല. ഭക്തി ജ്ഞാനമാം വിവേകത്തിനായിക്കൊണ്ടീ വിധിയെന്നും ജ്ഞാനവിഗ്രഹൻ കൃഷ്ണൻ അരുളേ ചെയ്തവാറും
തത്വസംഖ്യകൾ പലർ പലതായി പറയുന്നു, അത്രയും കേൾപ്പാനായിട്ട് ഇച്ഛിച്ചോരുദ്ധവനായി. തത്വങ്ങൾ മായാകാര്യമാകയാൽ പലവിധം യുക്തിമാന്മാരാൽ വിധി എന്നതും അരുൾ ചെയ്തു. പ്രകൃതി പുരുഷന്മാർ ഭേദം ചോദിച്ചു, പിന്നെ സകല ഭേദം തോന്നിച്ചിടുന്നു. പ്രകൃതിയും സകല ചൈതന്യ ആത്മാ സർവകൻ പുമാനെന്നും പ്രകൃതി പുമാൻ രണ്ടും ഏകമെന്നരുൾ ചെയ്തു. പ്രകൃതി പുരുഷന്മാർ ഭേദം ചോദിച്ചു, പിന്നെ സകല ഭേദം തോന്നിച്ചിടുന്നു. പ്രകൃതിയും സകല ചൈതന്യ ആത്മാ സർവകൻ പുമാനെന്നും പ്രകൃതി പുമാൻ രണ്ടും ഏകമെന്നരുൾ ചെയ്തു. ജനന മരണമാം സംസാര ഹേതുക്കളങ്ങറിവാൻ ചോദിച്ചത് മാധവൻ അരുൾ ചെയ്തു. കർമ്മസംയുത മനസ്സ് ഓരോരോ ശരീരത്തിൽ ചെന്നു വ്യാപിച്ചു വിട്ടിടുന്നതു ജനി മൃതി. കർമ്മസംയുത മനസ്സ് ഓരോരോ ശരീരത്തിൽ ചെന്നു വ്യാപിച്ചു വിട്ടിടുന്നതു ജനിമൃതി. പൂർവദേഹത്തിൻ തോന്നൽ തനിക്കില്ലാതെയാകും, കേവലം മരണവുമെന്നതും അറിയ നീ. നേരെ പിന്നെ ഒരു ദേഹം താനെന്നു കണ്ടു, കാരണം ധരിപ്പതു ജനനമിതു പാർത്താൽ. തന്നുടെ പരമാർത്ഥ ജ്ഞാനത്തിൽ ഇവയില്ല എന്നരുൾ ചെയ്തു. കേട്ടിട്ട് അഭിമാനത്തെ നീക്കാൻ നന്നായിട്ടിരിപ്പതെന്തെന്നത് ചോദിച്ചപ്പോൾ, കാരണം ധരിപ്പതു ജനനമിതു പാർത്താൽ തന്നുടെ പരമാർത്ഥ ജ്ഞാനത്തിൽ ഇവയില്ല എന്നരുൾ ചെയ്തു. കേട്ടിട്ട് അഭിമാനത്തെ നീക്കാൻ നന്നായിട്ടിരിപ്പത് എന്തെന്നത് ചോദിച്ചപ്പോൾ, സംസാരത്തിൻ്റെ പരമാർത്ഥ ചിന്തനം കൊണ്ട് സംസാര അഭിമാനങ്ങൾ കളയാമെന്നതിന് സംസാര വിവേകാർത്ഥമാകിയ ഭിക്ഷുഗീത കംസാരിതാനും അരുൾ ചെയ്തതു വഴി പോലെ. സംസാരാദികൾ ഗുണമയമായി തോന്നുമെന്ന് കംസവൈരിയും സാഖ്യം കൊണ്ടവിടത്തിൽ നന്നായി മായയാം ഗുണവൃത്തി അരുളി ചെയ്തു. ഗുണമയമാം വിഷയത്തിൽ ചേരാതെ ഗുണമായ വിഷയം വിട്ടിടുകിൽ മായാഹീനനായി പിന്നെ പുരുഷാർത്ഥത്തെ സാധ്യം ഇല്ല സംശയമെന്നു ആയതിന് ഐളൻ തൻ്റെ കഥയും അരുൾ ചെയ്തു. പിന്നെയും ഭഗവത് പൂജാവിധി ചോദിച്ചിതു, നന്നായി പൂജാവിധി സ്ഥാനങ്ങൾ അരുൾ ചെയ്തു. ആർക്കു സംസാരം ആത്മാ തനിക്കോ ദേഹത്തിനോ കേൾക്കണമെന്ന് ചോദിച്ചായതിന് അരുൾ ചെയ്തു. ആത്മാവും ദേഹം തമ്മിൽ സംബന്ധം സംസാരമെന്ന ആത്മാവാം കൃഷ്ണൻ അരുൾ ചെയ്ത്. അതു കേട്ട ശേഷം മാനസജയത്തിന് ആശ്രയമായി സർവോത്തമമായിരിക്കുന്ന ഭക്തിയോഗത്തെ ചോദിച്ചിതു. സർവഭൂതങ്ങളെയും ഈശ്വരാത്മകമായിട്ട് ഔപാസിപ്പതു ഭക്തിയോഗമെന്നരുൾ ചെയ്തു. ഇങ്ങനെ ചോദ്യോത്തരം 21 മംഗലൻ ഭഗവാനും ഉത്തവർദ്ധനുമായി. ഇങ്ങനെ ഭഗവാനാൽ അനുശാസിതനായി മംഗലൻ ഉത്തവരും നമസ്കാരവും ചെയ്തു. ഭഗവതാജ്ഞയാലേ ഭക്തനാ ഉത്തവരും ഭഗവദ്ധ്യാനത്തോടും ബദര്യാശ്രമം ബുക്ക് തപസ്സു ചെയ്തു ഭഗവത് പാദാംബുജേ ചേർന്നാൻ. താപസവരന്മാരെ കേട്ടുകൊള്ളുവിൻ ശേഷം ദുർനിമിത്തങ്ങൾ തീർപ്പാൻ യാദവ വീരന്മാരും ചെന്നിതു. പ്രഭാസ തീർത്ഥാന്തികെ സ്നാനത്തിനായി സ്നാനകർമ്മങ്ങൾ ചെയ്തു. ബ്രാഹ്മണ ശാപത്തിനാൽ അന്യോന്യം മദ്യം സേവിച്ച് അന്ധരായി രണം ചെയ്താർ. തങ്ങളിലെല്ലാം നശിച്ചിടിനോരനന്തരം മംഗല സമുദ്ര തീരത്തിങ്കിൽ മംഗല സമുദ്ര തീരത്തിങ്കിൽ യോഗസ്ഥനായിരുന്നു. ബലഭദ്രൻ തന്നുട യോഗബലാൽ ഹരിച്ചു.
ദേഹം തൻ്റെ കാരണേ ചേർന്നുകൊണ്ട ഏവമെല്ലാമേ കണ്ടു മാധവൻ ദേഹത്യാഗം ചെയ്വതിന് അരയാലിൻ കീഴേ ചെന്നിരുന്നിട്ട് തൃക്കൈകൾ നാലും മറ്റു വൈഷ്ണവ വേഷത്തോടും അർക്കതേജസേ വെല്ലും തൃക്കൈകൾ നാലും മറ്റ് വൈഷ്ണവ വേഷത്തോടും അർക്കതേജസേ വെല്ലും ശോഭയാ യോഗസ്ഥനായി ഇരിക്കും നേരം ഇരുമ്പുലക്കതന്റെ ശേഷാൽ ശരവും കൈക്കൊണ്ടിട്ടു വരുന്ന കാട്ടാളനും ഭഗവതിച്ഛയാലേ ഭഗവൽ പാദം കണ്ടു മൃഗമെന്നോർത്ത് ശരമയച്ചിതതു നേരം ജഗദീപതി പദം തങ്ങൾ ചേർത്തിതു ബാണം ജഗൽക്കാരണൻ മായാമയത്വം ആർക്കറിയാം. ഭഗവാൻ തന്നെ ആജ്ഞയാ കാട്ടാളൻ സ്വർഗം ബുക്ക് ഭഗവാൻ തന്നെ ആജ്ഞയാ കാട്ടാളൻ സ്വർഗം ബുക്ക് ഭഗവാൻ തൻ്റെ അന്വേഷണത്തെ ചെയ്തുകൊണ്ട് ദാരുകൻ വന്നു കണ്ടു വൃത്താന്തമെല്ലാം. ദാരുകൻ വന്നു കണ്ടു വൃത്താന്തമെല്ലാം അറിഞ്ഞാരണാന്താർത്ഥാജ്ഞയാ ദ്വാരക തന്നിൽ ചെന്ന് വൃത്താന്തം അറിയിപ്പാൻ പോന്നു. ഒരു നേരത്തിങ്കിൽ ധാതാവാദികളായ ദേവകൾ സ്തുതിച്ചതും കേട്ട അതിസന്തുഷ്ടനായി തന്നെ യോഗബലാൽ തിഷ്ഠതയെങ്കിൽ തന്നെ ദേഹവും ദഹിപ്പിച്ചു ചെന്നു തൻ സ്വധാമത്തെ പ്രാപിച്ചു ജഗന്നാഥൻ. തന്നുടെ മായയാലേ ജന്മാദിവയെല്ലാം കേവലം പരബ്രഹ്മമൂലമാ കൃഷ്ണന് ഒരു ഭാവവും അഭാവവും ഒരു കാലത്തുമില്ല. ജന്തുക്കൾ തമ്മെ പോലെ സംസാര ദുഃഖാദികൾ അന്തമാദിയുമില്ല ആദിയും ഇല്ലാതിരിക്കും. ബ്രഹ്മത്തിങ്കൽ ഉണ്ടെന്നു തോന്നുന്നത് മായയാലെന്നേ വേണ്ടു. രണ്ടില്ലാതിവിടത്തിൽ എന്തു സംസാരബന്ധം. ഭഗവതാജ്ഞയാലേ ദാരുകൻ ദ്വാരാവതി ക്കകത്ത് ചെന്നു വൃത്താന്തങ്ങളെ അറിയിച്ചാൻ. അന്നേരം അവിടുത്തെ വൃത്താന്തമെന്തു ചൊൽവു. ഖിന്നരാം സ്ത്രീ ബാലവൃദ്ധാവധി ജനമെല്ലാം ചെന്നു തന്നെ ഹതരായവർ തമ്മെ കണ്ടു വന്ന ദുഃഖത്താൽ വസുദേവർ ദേവകി പിന്നെ രോഹിണി ഇവർ തങ്ങൾ ദേഹത്തെ ഉപേക്ഷിച്ചു മോഹത്തെ നീക്കി മുക്തരായാരെന്നതേ വേണ്ടു. മറ്റുള്ള നാരീജനം തത്തൽ ഭർത്താക്കളോട് ചുറ്റുമായ അഗ്നി പ്രവേശത്താലേ ചേർന്നു കൊണ്ടാർ. ശ്രീകൃഷ്ണകാന്തമാരാം രുക്മിണി മുതലായോർ ശ്രീകൃഷ്ണം ധ്യാനിച്ച് അഗ്നി തന്നിലെ പ്രവേശിച്ചു ചെന്നു തൽ കാരണത്തിൽ ചേർന്നിതു സമസ്തരും ഉയർന്നതോർത്താൽ അംബസി മുങ്ങി. ശ്രീകൃഷ്ണ കാന്തമാരാം രുക്മിണി മുതലായോർ ശ്രീകൃഷ്ണൻ ധ്യാനിച്ച് അഗ്നി തന്നിലെ പ്രവേശിച്ചു ചെന്നു തൽക്കാരണത്തിൽ ചേർന്നു. ഇതു സമസ്തരും വന്നിയിലാണ്ടുയർന്നതോർത്താൽ അമ്പസി മുങ്ങി നന്നായി പൊങ്ങിപ്പോന്നു സുഖിക്കുന്നത് പോലെ. പിന്നെ അർജുനൻ കൃഷ്ണ വിരഹാൽ ദുഃഖിതനായി മുന്നം മാധവൻ ഉപദേശിച്ചിട്ടുള്ളിലുള്ള ജ്ഞാനത്താൽ വിവേകിച്ചു ദുഃഖത്തെ കളഞ്ഞിട്ടു ഹതരാം ബന്ധുക്കൾക്ക് വേണ്ടുന്ന ശേഷക്രിയ സഹസാ കഴിപ്പിച്ചു നിൽക്കുമ്പോൾ സമുദ്രവും ശോഭിച്ചു. ദ്വാരാവതി മിക്കതും മുക്കുന്ന അതിൽ ഭ്രാഭവം കണ്ടു ശേഷിച്ചുള്ള
യാദവരെയും നാരികളെയും ഇന്ദ്രപ്രസ്ഥത്തിലാക്കി വജ്രം പാരാതരാജാവാക്കി വച്ചവൻ ഹസ്തിനമാപുരിയിൽ ചെന്ന് ധർമാത്മജനാദികളോട് പരമാത്മാവാം കൃഷ്ണവൃത്താന്തം സമസ്തവും അറിയിച്ചതു നേരം ധർമ്മജനാദികളും പുറപ്പെട്ടവർ നടന്നങ്ങനെ പുരുഷാർത്ഥം സാധിച്ചതെന്നു ഇവയെല്ലാമേ ഏകാദശ സ്കന്ധത്തിൽ വേദവ്യാസൻ അരുൾ ചെയ്തിരിക്കുന്നു. മോക്ഷസാധനമായ വൃത്താന്തമിതിലല്ലോ സംക്ഷേപിച്ചറിയിച്ചേ മാമുനി പരന്മാരെ. അധ്യായം ഇതിൽ 31 ചൊല്ലിയിടിനീൻ സാധ്യമെന്തിനി ഒന്ന് മോക്ഷമാർഗത്തിൻ മീതെ എന്നതു കേട്ട നേരം ശൗനകാദികൾ സൂതൻ തന്നോട് പറഞ്ഞിതോ സാക്ഷാൽ മോക്ഷൈക ഫലം സംക്ഷേപിച്ചറിയിച്ചതേതുമേ മതിവരാ. സംക്ഷേപിക്കേണ്ടതോരോന്നുണ്ടതിക്കഥയല്ല, സകലമത് മുക്തി സാധനമായിട്ടുള്ളൂ. സകല സാരമോക്ഷവിസ്താരം ചുരുക്കാതെ പറഞ്ഞു കേൾപ്പിക്കണം. ഇതിലാശ പറഞ്ഞാലൊടുങ്ങിയിടാ കേൾക്കിലേ മതിയാവൂ. പലർക്കും ഇത് രസിച്ചിടുവാനുള്ള ഹേതു ചിലർക്കെന്നാലും പോരും ഇല്ലാകിൽ ഞങ്ങൾ പോരും. ചിലർക്കെന്നാലും പോരും ഇല്ലാകിൽ ഞങ്ങൾ പോരും. ശ്രദ്ധാഭക്തികളോടും ഇങ്ങനെ മുനീന്ദ്രന്മാർ ബുദ്ധിമാനായ സൂതൻ തന്നോട് ചൊന്ന ശേഷം ചൊല്ലിനാൻ കേൾപ്പിൻ ചൊന്ന അന്തമില്ലെന്നാകിലും ചൊല്ലും ചൊല്ലാത്തതായുമല്ലോ കേവലം ആത്മാ ആയതുകൊണ്ട് ചൊല്ലുകിൽ ഏതുമേ കുറവില്ല. ഏകാത്മാ കൃഷ്ണൻ കൃപ രണ്ടെന്നാകിലും ഉണ്ടാം. ചൊൽവത് കുറവെന്നാൽ കാരുണ്യാൽ കാത്തുകൊള്ളും. ചൊല്ലു വല്ലഭമെന്നാൽ മോദിച്ചു പാലിച്ചിടും. ബന്ധമോക്ഷങ്ങൾ രണ്ടും മായയാലെന്നു കൃഷ്ണൻ അന്തർമനസേ തെളിഞ്ഞരുൾ ചെയ്തിരിക്കുന്നു. സംസാരം മായാമയമെന്നതങ്ങിരിക്കലും സംസാര വിനാശനൻ തൻ കഥ ചൊല്ലിക്കൊണ്ടും കേൾക്കയും കേൾപ്പിക്കയും നല്ലത് സംസാരത്തെ തീർക്കുവാൻ എളുതെന്ന് ആയതു മൂലമായി തങ്ങൾക്കു വശമുള്ളതുപോലെ ജഗന്മംഗലാത്മാവു തന്നെ സേവിച്ചാൽ നന്നായി വരും എന്നരുൾ ചെയ്തിരിക്കും. ആത്മാരാമനാ ഗുരു തന്നെ വൃത്താന്ത വേദാന്ത സംഗ്രഹസാരം ആദിയെ സംക്ഷേപിച്ചു ചൊന്നതിൻ ക്രമം പോലെ വേദിച്ചു കൊള്ളുവിനെന്ന് പറഞ്ഞു സൂതൻ ചൊന്നാൻ. ധർമ്മസ്ഥാപനകരനാകിയ നാരായണൻ നിർമ്മലൻ യദുകുലേ വന്ന് അവതാരം ചെയ്തു. ഒന്നൊന്നീ ചരിത്രങ്ങൾ ചെയ്തവ കേട്ടു സന്ദേഹമകന്നൊരു മന്നവൻ വിഷ്ണുരാധൻ വന്ദിച്ചു ചോദ്യം ചെയ്തു. ശ്രീശുകമുനിയോട് നന്ദനന്ദനൻ ജഗന്മംഗലൻ നാരായണൻ ഒന്നില്ലെങ്കിലും മാധവ രാജ്യസ്ഥിതി തന്നുടെ മനോമയം കൊണ്ടു ചെയ്തിരുന്നു. അതിൽ പിന്നെ അങ്ങാചരിച്ചതെന്തെന്നതും സംഹാരവും ഇങ്ങറിയിച്ചിടണം എന്നതു കേട്ട നേരം മന്ദഹാസവും ചെയ്തു ശ്രീശുകൻ അരുൾ ചെയ്തു. മന്നവാ കേട്ടുകൊള്ളുക മോക്ഷസാധന ക്രമം. എല്ലാവർക്കും നമസ്കാരം. ഞാനിത് കുറേ നാളായി വായിച്ചിട്ട് ഈ ഭാഗം അങ്ങനെ എടുക്കുമ്പോൾ എനിക്കൊരു പുതുമയാണ്. പിന്നെ കുറേ എനിക്ക് ഭാഗവതം വായിക്കാൻ പറ്റത്തില്ല. ചില ഭാഗങ്ങൾ ഭഗവാന്റെ സ്വർഗാരോഹണവും ഭഗവാൻ എൻ്റെ കുഞ്ഞല്ലേ, അപ്പോൾ എനിക്ക് അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ. ഭഗവാനൊന്നും അങ്ങനെ പോകുമ്പോഴുള്ള അവസ്ഥ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പം എന്തോ പ്രാണൻ പോകുന്നത് പോലെയാണ് വിഷമം. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ അത്ര വിഷമം വരത്തില്ല. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഇത് ആദ്യം അന്ന് വായിച്ച, പിന്നെ ഇപ്പം ആദ്യം തുടങ്ങി ഒത്തിരി ആളായില്ലയോ. ഇപ്പം വിചാരിച്ച് ഈ ഭാഗം ഒന്ന് എടുത്തിടാം. ഇതല്ലയോ ഭഗവാന്റെ പരമാത്മാവായ പരമേശ്വരൻ്റെ എല്ലാം ഏകമായ പരബ്രഹ്മമല്ലേ, ആ വിരാട് പുരുഷനായിരുന്ന ആ സർവേശ്വരൻ്റെ ശിവരാത്രി അല്ലേ. അല്പം ഇത് വായിച്ചിടാം എന്ന് കരുതി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഭക്തിപൂർവ്വം വായിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. ഭഗവാന്റെ കടാക്ഷവും അവിടുത്തെ കൃപയെല്ലാം മക്കൾക്ക് ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം.
എല്ലാവരും മനസ്സിലാക്കി വായിക്കണം. ഇതിനർത്ഥം പറഞ്ഞാൽ ഇത് മനുഷ്യർക്ക് വേണ്ടുന്ന നമ്മളെ അറിയാനുള്ള കാരണങ്ങൾ ഇതെല്ലാം മോശ സാധനങ്ങളൊക്കെയാണ്. കാര്യങ്ങൾ ഇനിയും പറയാനുള്ളതെല്ലാം ഏകാദശത്തിൽ നിന്ന് അത്രമാത്രം എന്താ അറിവ് കിട്ടുന്ന ഒരു കാര്യമാണ്. ഈശ്വരനെ അറിയാനുള്ള വഴിയാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കി വായിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.